എവിടെ പോയിരുന്നോ ഇത്രയും നേരം? വിധിയൊക്കെ കഴിഞ്ഞു. എന്താ വിധി? ജീവപര്യന്തമാ. ഓ, തൂക്ക് കിട്ടാത്ത ഭാഗ്യം. ഐ വിറ്റ്നസിനെ കോടതിക്ക് ബോധ്യമായി. അത് തന്നെ കാരണം. താൻ വേഗം ചെന്ന SP-യുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒക്കെ ഫോട്ടോ എടുക്ക്. എളുപ്പം ചെല്ലടോ. ആ കളറിലും വേണം. ഞാനേ ഈ മാറ്റർ ഒന്ന് പ്രസ്സിൽ കൊടുക്കട്ടെ. ശരി. Don't regret, Mr. Kurula. Murder കേസുകൾ ഇനിയും വരും. You'll get your chance. എന്തായി വക്കീലേ? കൺഗ്രാജുലേഷൻ. അയ്യോ കുരുവിള തോൽപ്പിച്ചേ നമ്പ്യാർ കുരുവിളയെ തോൽപ്പിച്ചേ. തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. അയ്യോ തോറ്റേ കുരുവിള തോറ്റേ അയ്യോ കുരുവിള തോറ്റേ തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. അയ്യോ തോറ്റേ അനിയൻ തോറ്റേ അയ്യോ കുരുവിള തോറ്റേ. ഞാൻ ഈ കേസ് എടുക്കരുതായിരുന്നു. എളുപ്പത്തിൽ ജയിക്കാം എന്നൊരു അഹങ്കാരം മനസ്സിലുണ്ടായി. അവർക്ക് ഇത്രയും വാശി കൂടെ ഞാൻ കാരണമാ. പ്രോസിക്യൂട്ടറായി നിന്ന് തോട്ടി കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു നല്ലെന്ന് ഇപ്പൊ തോന്നുന്നു. അപ്പീലിന് മറ്റൊരു നല്ല വക്കീലിനെ കണ്ടുവയ്ക്കണം. എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം. സാറ് കേസ് നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. എന്നിട്ടും കേസ് തോറ്റത് ഞങ്ങളുടെ വിധിയാ. അതിനാരും പഴിച്ചിട്ട് കാര്യമില്ല. അപ്പീലുണ്ടെങ്കിൽ അതും സാറ് തന്നെയായിരിക്കണം. ഇതെന്റെ മാത്രമല്ല, എല്ലാവരുടെ അഭിപ്രായമാ. പോളിസിയുടെ പണം അടിച്ച റെസിപ്റ്റ്. പോളിസി രജിസ്റ്റർഡ് പോസ്റ്റായിട്ട് അയച്ചു തരും. അതെ, ഞാൻ ഈ പോളിസി എടുത്ത കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത്. ക്ലയൻസിന്റെ കാര്യം ഞാൻ ആരുമായി ഡിസ്കസ് ചെയ്യാറില്ല സാർ. ആ പറഞ്ഞതിന്റെ കാര്യമല്ല, പോളിസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ആ വക്കീൽ സാറിന്റെ കല്യാണം എന്നാ സാർ? പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ. ഇനി മനസമ്മതം, പിന്നെ കല്യാണം. എന്താ പോരായോ? എങ്ങനെയുണ്ട് സാർ വക്കീൽ സാറിന്റെ ബുദ്ധി? അല്ല, ആള് കാണാൻ എങ്ങനെയെന്ന്? കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കണം പെണ്ണ്? വക്കീൽ സാർ കാണാൻ സുന്ദരനല്ലേ? അപ്പൊ പെണ്ണും. അനിയൻ കുഞ്ഞെ, ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയൻ കുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. നീ വന്നാ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഏത് നമ്പറിൽ നിന്നാ പറഞ്ഞേ? നമ്പർ കിട്ടി. അനിയൻ കുഞ്ഞെ, ഇതാ. മാണിക്കുഞ്ഞു വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് പറഞ്ഞാലും ശരി, എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി. ഈ ചായ കിട്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങോട്ട് മാറിയുന്നേ. കൊക്കോ. അതെ, പണി കൃഷിയാന്നേലും ഞാൻ വെറും ഊളാനല്ല കേട്ടോടാവേ. അച്ചായന്മാരെന്ന് പറഞ്ഞ മഹാനല്ലവരാ. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കേട്ടത് അയ്യോ, എന്റെ പണി പോയോ. അന്നേ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ, കോവിലകം കേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ, നമുക്ക് പാരലായിട്ട് മറ്റു രീതിയിൽ നീങ്ങാമെന്ന്. കത്തിക്കിടിച്ച ഈ മനുഷ്യൻ സമ്മതിക്കില്ല. ഇങ്ങനെയുണ്ടോ ഒരു യജമാന സ്നേഹം? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് ഇനി എന്നാ കാര്യം? ബാലൻ ഇത് പറയാനാ എന്നെ തിരക്കിയത്? അല്ല സർ, കഴിഞ്ഞ ദിവസം ഞാൻ ജയിൽ സൂപ്രണ്ടിനെ കണ്ടിരുന്നു. അതൊരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ സാറ് കേട്ട് കാണും, പണ്ട് നടന്ന ആറാട്ടോളം കൊലക്കേസിനെ കുറിച്ച്. ഭർത്താവിനെ കൊന്ന് മധ്യവയസ്കയായ ഭാര്യയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ്. ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത്. ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട്. അവരെ നമുക്ക് തപ്പിയാലോ? ഈ കേസിലേക്ക് വല്ല ബ്രേക്ക് ത്രൂവും കിട്ടിയാൽ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അന്വേഷിക്കില്ലേ? ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടാക്കും. കേട്ടില്ല സർ, ഇതാ ഇങ്ങയുടെ കുഴപ്പം. നമുക്ക് അന്വേഷിക്കാൻ പാല. അവരുടെ അഡ്രസ് ആദ്യം കണ്ടുപിടിക്കാം. ഞാൻ
ബെന്നിയുടെ അച്ഛനാ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുപോലെ രാജു അവന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇവരവിടെ പോയി? ഇത് ബെന്നി, അത് രാജു. ജയിലിൽ കുറെ കാലം ഞാൻ മാസിന് പോയിരുന്നു. അന്നാണ് ഇവരെ പരിചയപ്പെട്ടത്. ഈശ്വരകാരുണ്യം കൊണ്ട് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആശ്രമ ജീവിതമാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു. പാപത്തെ വെറുക്കാനേ എന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ, പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ കുരുവിളെ അന്വേഷിക്കുന്നത് ഇവരെയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? അല്ല ഫാദർ. ഞങ്ങൾ ഇറങ്ങട്ടെ. ലോനപ്പാ, ഞങ്ങളൊന്ന് ചുറ്റിച്ചേടാവേ, വേഗമാകട്ടെ. അണ്ണപ്പം പേടിക്കരുത് കേട്ടോ. എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത്? എല്ലാം കൂടി ഒരു 125 പേര് കാണും. സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം. മതിയാ. കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേരൻ. മാണിക്കുഞ്ഞെന്നാ പേര്. ആ മനുഷ്യന്റെ കാരുണ്യമാണ് ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളുടെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം. ഓക്കെ ഫാദർ. ശരി, ഓട്ടേച്ചോ. കളിച്ചോ കളിച്ചോ. മാണിക്കുഞ്ഞെത്തിയില്ലേ? അത്താഴം കഴിഞ്ഞ് ഉറക്കമായി. കുഞ്ഞിനെടുത്ത് വെക്കട്ടെ? ഹോളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു. മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് അത് നടന്നുപോകും. വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഹോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്പനെ കാണാനിടയായി. പരമസാത്വികനായ വൈദികൻ. ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു. ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന്. 1,00,000 രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇന്ന് അനിയന്റെ പെണ്ണ് കാണലായിരുന്നു. ഡോക്ടർ സൂസനെ അവൻ ഇഷ്ടപ്പെട്ടു, എനിക്കും. അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റു സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം. തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം. എൻ്റെ അഭിലാഷമാണത്. മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ? ഞാൻ വിടില്ല. മാണിക്കുഞ്ഞില്ലെങ്കിൽ അനിയൻ കുഞ്ഞില്ല. ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു. അത് ശ്രദ്ധിച്ചോ? അതും ശ്രദ്ധിച്ചു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോകാൻ പോകുന്നേ? അനാഥാലയത്തിലേക്കോ? 100 പേർക്ക് നാഥനാവാൻ. അവർക്ക് നാഥനുണ്ടാവും, എനിക്കോ?
അപ്പച്ചനെ അമ്മച്ചെ ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിലൂടെയാ. എന്നെ ഇട്ടേച്ച് പോവും അല്ലേ? കുളിക്കായിരുന്നു. നാണിയമ്മ പറഞ്ഞപ്പോഴാ. ക്ഷമിക്കണം സർ. എന്തിനാ ക്ഷമ? അപ്പീലിനുള്ള പേപ്പേഴ്സാണ്. ചുവന്ന ഇൻഡു മാർക്കിലോട് സൈൻ ചെയ്യിപ്പിക്കണം. ആ, അപ്പീൽ സാറേന്നല്ലേ? അതെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ? ഇടയ്ക്കൊരു പാരലൽ അന്വേഷണം നടത്തി നോക്കി, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇന്ദുവിന്റെ കല്യാണം ഏതാണ്ട് ഫിക്സ് ആയതല്ലേ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്? അല്ല, ഈ സംഭവത്തിന് ശേഷം കല്യാണം നടത്തണമെന്ന് അവര് പറഞ്ഞതായിട്ടാ അമ്മാവും പറഞ്ഞത്. പക്ഷേ എന്താ പിന്നെ ഒരു പക്ഷേ? ചേട്ടന്റെ ഈ അവസ്ഥയിൽ എനിക്ക് വയ്യ. ചേട്ടൻ വരുന്നവരെ കാത്തിരിക്കാൻ പോകണം. അപ്പീൽ ജയിക്കില്ലേ സാർ? സെഷൻസിൽ തന്നെ ജയിക്കേണ്ട കേസായിരുന്നല്ലോ. വരട്ടെ. വാ ചേച്ചി. ചേച്ചി 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 അവിടെ നിൽക്ക്. ചേച്ചി അയ്യോ ഓടല്ലേ ചേച്ചി. ചേച്ചി ഓടല്ലേ. രാജി, വണ്ടി അവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യും. ഞാനിപ്പോ വരാം. ചേച്ചി